പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 11-ാം മാസത്തിന്റെ 10-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും കർത്താവിന്റെ ദാസന്മാർക്കും എൻ്റെ ഹൃദയത്തിന്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 29-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. ഏതൊരാളും മറ്റൊരാളിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരിക്കും. ഏതൊരു വ്യക്തിക്കും അവരവർക്കും അഭിമാനിക്കുവാൻ വക നൽകുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടായിരിക്കും. തങ്ങൾക്കുള്ള പ്രത്യേകമായ കഴിവിലായിരിക്കാം ചിലർ അഭിമാനിക്കുന്നത്. മറ്റു ചിലർക്ക് അവരുടെ വിദ്യാഭ്യാസം, സൗന്ദര്യം, ആരോഗ്യം, പണം, വീട്, വസ്തുവകകൾ, ഉന്നത ബന്ധങ്ങൾ, സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ, വിദേശ നന്മകൾ, മക്കൾ, ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, വാഹനം, കുടുംബം, വാക്ചാതുര്യം, ഭാഷാ നൈപുണ്യം, പുസ്തകങ്ങൾ, പുരാവസ്തു ശേഖരം എന്ന് തുടങ്ങിയ മറ്റു പലതിനും അവരുടെ പ്രശംസയും അഭിമാനവുമായി അവ കരുതുന്നവരുണ്ട്. മേൽ പറഞ്ഞതൊന്നും വേണ്ട എന്നല്ല, ഇതെല്ലാം ഒരു പരിധിവരെ നല്ലതായിരിക്കുമ്പോൾ തന്നെ ഇവയൊന്നും ഒരു ദൈവപൈതലിന്റെ നിത്യതയെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. രക്ഷിക്കപ്പെട്ട് ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ മേൽ പറഞ്ഞതെല്ലാം ഇതിൽ 2-ാം സ്ഥാനം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. നിത്യജീവനായി രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നാം ഇവിടെ നേടിയതെല്ലാം ഒരു നാളിൽ നമ്മെ വിട്ടു പോവുകയും നാം ഒന്നുമില്ലാത്തവരായി നിത്യനാശത്തിലേക്ക് പോകേണ്ടി വരികയും ചെയ്യും. ആകയാൽ പ്രിയ ദൈവപൈതലേ, തനിക്ക് ഒരു ദൈവപൈതൽക്ക് സൗജന്യമായി ലഭിക്കുന്ന രക്ഷയെ വലുതായി കാണുകയും അതിലും വലുതായി ഈ രക്ഷ ഒരുക്കിയ ദൈവത്തെ ബഹുമാനിക്കുകയും ചെയ്യുക. അതുപോലെ ദൈവത്തിന് ബഹുമാനവും മഹത്വവും കൊടുക്കേണ്ട ഏലി പുരോഹിതൻ ദൈവത്തെക്കാൾ അധികം സ്നേഹവും ബഹുമാനവും മക്കൾക്ക് നൽകിയത് കൊണ്ട്, വളർത്തിയത് കൊണ്ട് മഹത്വം ദൈവത്തിന് കൊടുക്കാതെ ഇരുന്നതിൻ്റെ ഫലം ആ കുടുംബത്തിൽ ഉണ്ടായി. ഏലിയുടെ കുടുംബം തകർന്നു പോയി. വളരെ ദുർഗന്ധമുള്ള മാരകമായ രോഗത്തിന് അടിമയായ സ്തോത്രം 10 പേരെ, അതായത് കുഷ്ഠരോഗികളെ തങ്ങളുടെ സൗഖ്യത്തിനായി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവരുടെ മുറിവുണങ്ങി, ദുർഗന്ധം മാറി, അവിടെ സ്പർശനം ശക്തിയും തിരിച്ചു കിട്ടി എന്നതാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അന്യജാതിക്കാരനായ ഒരുത്തൻ തനിക്ക് സൗജന്യം ആയി കിട്ടിയ ആ വിടുതൽ അറിഞ്ഞ് യേശുവിനെ അനുഗമിക്കുവാനിടയായി. 4 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടി വന്നു. ഒന്നാമതായി അവൻ മടങ്ങി വന്നു. രണ്ടാമതായി ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. മൂന്നാമതായി കർത്താവിൻ്റെ കാൽക്കൽ വീണ്. നാലാമതായി അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. അവനോ ശമരിയക്കാരനായിരുന്നു. അതുപോലെ തന്നെ ദൈവത്തിന് മഹത്വം കൊടുത്ത മറ്റൊരു വ്യക്തിയായിരുന്നു യഹോശാഫാത്ത്. തനിക്ക് വളരെ ധനവും മാനവും ഉണ്ടായിരുന്നിട്ടും അവൻ തൻ്റെ ധനത്തിലോ ശക്തിയിലോ ആശ്രയിച്ചില്ല. തനിക്ക് യുദ്ധം നേരിട്ടപ്പോൾ അയൽ രാജ്യങ്ങളിൽ ആശ്രയിച്ചതുമില്ല. പകരം ഉപവസിച്ച് പ്രാർത്ഥിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവത്തിൻ്റെ മഹത്വം അവൻ കാണുവാനിടയായി. അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ ദൈവം തനിക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യുവാനിടയായി. ആകയാൽ പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട സമയത്ത് മഹത്വം കൊടുക്കണം. കഴിഞ്ഞ ദിനങ്ങളിൽ നാം മാധ്യമങ്ങളിൽ കൂടെ കാണുവാനിടയായി. ഒരു ക്രിക്കറ്റ് കളിക്കാരിയായ യൗവനക്കാരി അവൻ യേശുവിന് മഹത്വം കൊടുത്തപ്പോൾ അവളുടെ കളിക്കിടയിലെല്ലാം അവൾ ദൈവവചനത്തെ ഉരുവിട്ടുകൊണ്ടിരുന്നപ്പോൾ അവൻ, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നുള്ള ദൈവവചനത്തെ ഉരുവിട്ടുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് വലിയ ജയം കൊടുത്തതുപോലെ, പ്രിയ ദൈവവേദനയെ, നല്ല ഓജസ്സും പ്രസരിപ്പുമുള്ളപ്പോൾ ചിലർ ദുർമാർഗങ്ങളിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന് പ്രയോജനമില്ലാത്തവരായി തീരുന്നു. ഉപവാസവും പ്രാർത്ഥനയും വിശുദ്ധ ആരാധനയും
ആമേൻ ഹല്ലേലൂയ ജീവിതത്തിൽ ഇല്ലാതെ പാപത്തെ സ്നേഹിച്ചും ലോകത്തെ സ്നേഹിച്ചും ലോക മനുഷ്യരായി ജീവിക്കുന്നു. ഒടുവിൽ ഈ കൂട്ടരുടെ നിത്യത എവിടെ ചിലവഴിക്കുമെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത നിലകളിൽ ഈ കൂട്ടർ നശിച്ചു പോകുവാനിടയാണ്. നമ്മുടെ കർത്താവിൻ്റെ യൗവനം ശക്തിയും രക്തവും നമുക്കായി നൽകിയതുപോലെ നമ്മുടെ യൗവനവും ദൈവത്തിന് പ്രസാദകരമായി തീരണം. അങ്ങനെ നമ്മുടെ യൗവനത്തെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ സമ്പത്തിനെ ദൈവമഹത്വത്തിനായി നാം ചിലവഴിക്കണം. ഇപ്രകാരം ദൈവമഹത്വം, ദൈവശക്തി, ബലവും ദൈവത്തിന് അർപ്പിക്കുന്നതെങ്കിൽ സ്തോത്രം, അങ്ങനെ അർപ്പിക്കുന്നതിൽ കൂടെ ഒരു വ്യക്തി എങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സന്ദേശമാണ് ഈ 29-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനിവിടെ വെളിപ്പെടുത്തുന്നു. ആകയാൽ പ്രിയ ദൈവവേദനേ, ആമേൻ ഹല്ലേലൂയ, സങ്കീർത്തനക്കാരനോടുകൂടെ ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വം കൊടുപ്പീൻ, ശക്തിയും കൊടുപ്പീൻ എന്ന് സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ സുത്രഫല്യ ബലവും നമ്മുടെ ശക്തിയും നമ്മുടെ സമ്പത്തും ദൈവം നമുക്ക് ദാനമായി തന്നതെല്ലാം ദൈവമഹത്വത്തിനായി ചിലവഴിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാം. അതിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നിശ്ചയമായി ആ കാൽവരിയിൽ നമുക്ക് വേണ്ടി പ്രാണൻ തന്ന് നമ്മെ വീണ്ടെടുത്ത അരുമനാഥനായ കർത്താവ് മടങ്ങി വരുമ്പോൾ നാം ലജ്ജിച്ച് നിൽക്കാൻ അനുവദിക്കാതെ ആ കർത്താവിനോടുകൂടെ പറന്നുയരുവാൻ നിത്യതയിൽ സ്തോത്രം ഹല്ലേലൂയ നാം കർത്താവിനോടുകൂടെ ഒരുമിച്ച് ആയിരിക്കാൻ നമ്മെ ഈ ഭൂമി നാം ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ എല്ലാ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മകളെ ദൈവനാമമഹത്വത്തിനായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി, ദൈവദാസിമാർക്കായി, വാത്സല്യ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവത്തിന് കൊടുക്കേണ്ട സമയത്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത ദൈവസഭയ്ക്കും ദൈവദാസന്മാരെ ആദരിച്ചും ബഹുമാനിച്ചും ഈ ഭൂമിയിൽ കർത്താവിൻ്റെ മഹത്വത്തിനായി ഞങ്ങളെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണം. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കും, മഹത്വമെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.